അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സി സോങ് കൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഗു സിയെ കണ്ടിട്ടും അവളെ മൈൻഡ് ചെയ്യാത്ത പോലെ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ രാത്രി സമയമായി നമ്മുടെ സിയും പുറത്തേക്ക് നടന്നു പോകുമ്പോഴാണ് അവിടെ ഗു അവൻ എന്തോ ഒരു കളഞ്ഞ സാധനം ടെൻഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് സി അടുത്തേക്ക് പോകുമ്പോഴാണ് താഴെ ഒരു മാല കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൾ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ സിയുടെ ബട്ടൺസ് ആണ് അതെന്ന്. അങ്ങനെ ഇതിനു വേണ്ടി അവൻ ഇത്രയും ടെൻഷനായി തപ്പുന്നുണ്ട്. നമ്മുടെ സി ഒരു സെക്കൻഡ് ടച്ചായി അവൾ റൂമിനകത്തിരുന്ന് നമ്മുടെ ഗുവിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം നമ്മുടെ ഷെന്ന് സിയെ കാണാൻ വന്നിട്ട് ആ സി ഞാൻ ഈ ശനിയാഴ്ച നിന്റെ അനിയത്തിയെ കാണാൻ പോവാ, നീയും വരുന്നോ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് സിയും ഷൻ പക്ഷെ എന്റെ അനിയത്തി നിന്നെ കാണാൻ പോവാന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഷെന്നും ചോദിക്കുന്നത് ഓ അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നൊക്കെ അവൾ നിന്നോടെല്ലാം പറയല്ലേ എന്നിട്ട് അവൻ ചോദിച്ചോടെ സിയും അങ്ങനൊന്നുമില്ല, നീ അവളെ കാണാൻ പോയെങ്കിൽ പോയിക്കോ, എന്നോട് നിന്നെ പറയുന്നത് ഞാനൊന്നും വരുന്നില്ല എന്നിട്ട് അവളും ഡോർ അടച്ചിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടും. അതിനുശേഷം നമ്മുടെ സീൻ ജാനെ കാണാൻ പോയിട്ട് അവളുടെ മനസ്സിലുള്ള കാര്യമെല്ലാം ഇങ്ങനെ തുറന്നറിയും. എടിജാൻ നീ പറഞ്ഞ പോലെ ഞാനും കുറെ ആലോചിച്ച് നോക്കി, പക്ഷെ എന്റെ മൈൻഡ് മൊത്തം ആ ഗൂഢ മെമ്മറീസ് വന്നു ഞാൻ കൺഫേം ചെയ്ത് എനിക്ക് അവനെ ഇഷ്ടം എന്നിട്ട് അവളും പറയുമ്പോഴാണ് ജാനും ആസി നീ എന്ത് തീരുമാനം എടുത്താലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, അപ്പൊ നീ ഷെന്നിനോട് എന്തോ പറയാൻ പോന്നെ എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ സിയും ഓ അതോ എനിക്ക് അവനെ കാണുമ്പോഴൊക്കെ എന്റെ മരിച്ചുപോയ ചേട്ടനെ ഓർമ്മ വരുന്നത്, അവ എനിക്ക് ചെയ്ത സഹായങ്ങള് ഞാൻ കഷ്ടപ്പെടുമ്പം അവനെ സപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം കാണുമ്പം ഷെന്നിനെ ഞാൻ എന്റെ ചേട്ടനായിട്ടാണ് കാണുന്നത് എന്നിട്ട് അവളും പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ജാനും എങ്കിൽ ശരി സി നീ സമയം വരുമ്പം നമ്മുടെ ഗുവിനെ പ്രപ്പോസ് ചെയ്യും, അതുപോലെ തന്നെ ഷെന്നിനോട് നീ ആദ്യം പറഞ്ഞു മനസ്സിലാക്കി അവനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നീ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യണം എന്നിനെ സിക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഷെൻ വിളിച്ചോണ്ട് സി അവനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ ഷെന്നും അവളെ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ അവൻ റെഡി ആയിട്ടിരിക്കും. അതേസമയം സിയും അവനോടെല്ലാം സത്യം പറഞ്ഞ് അവനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഷെന്നും ആ സി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്നിന് അവനും പറയാൻ വരുമ്പോഴാണ് പെട്ടെന്ന് അടുത്തൊരു ബോംബ് ബ്ലാസ്റ്റ് ആണത്. ഇത് കണ്ടോടെ പെട്ടെന്ന് രണ്ടുപേരും ഷോക്കായി പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ മിസ് ഹൂവും ആ ബോംബ് ബ്ലാസ്റ്റ് കണ്ടിട്ട് ഇപ്പൊ ആ ഓടയുടെ മകൾ മരിച്ചാണ്, ഇനി നമുക്ക് പോവാം എന്നിട്ട് അവരവിടെ നിന്ന് പോകും. കാരണം ഓടയുടെ മകളെ കൊല്ലാൻ വേണ്ടിയാണ് മിസ് ഹൂ ഈ പ്ലാൻ നടത്തിയത്. അതേസമയം ഇതേ കണ്ട് നമ്മളെ ഷെന്നും പറയും അസി ഇപ്പൊ ഇവിടെ സേഫ് ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് വേറെ ദിവസം സംസാരിക്കാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകും. അതേസമയം ഓപ്പോസിറ്റ് ഹോട്ടലിൽ ഇരുന്ന് ഓടയുടെ മകൾ ഇറങ്ങിയിരുന്ന്, കാരണം ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൾ എപ്പോഴേ റൂം ഷിഫ്റ്റ് ആയി. അതിനുശേഷം അവളും ഇവളെ കൊല്ലാൻ നോക്കിയത് ആരാന്നറിയാൻ വേണ്ടി കുറെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് മിസ് ഹൂ ആണ് ഇവളെ കൊല്ലാൻ പ്ലാൻ ചെയ്തതെന്ന്. മിസ് ഹൂ വേറെ ആരുമല്ല നമ്മുടെ ജാൻ ജോലി ചെയ്യുന്ന ആ ബാറിലെ ഓണറാണ്. അങ്ങനെ ഇത് അറിഞ്ഞതോടെ അവളൊരു പ്ലാൻ ചെയ്യും, അതായത് മിസ് ഹൂടെ കടയിൽ ജോലി ചെയ്യുന്ന എല്ലാരെയും തീർത്ത് കളയാൻ വേണ്ടി. അതേസമയം ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കാണിക്കുവാണ്. ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട് പറയും മാഡം നിങ്ങളുടെ സിനിമയ്ക്കുള്ള ടിക്കറ്റ് ആയത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ച് ഫ്രീ ആയിട്ട് കണ്ടോ എന്നിട്ട് അവരും കൊടുക്കുമ്പോൾ ഇതും വാങ്ങിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർ സന്തോഷത്തോടെ ഗൂവിന്റെ കൊടുത്തിട്ട് അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ക്യാൻറ്റീൻ വെച്ച് നമ്മുടെ ഗൂവും എല്ലാവർക്കും സിനിമ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് അവ ആക്ട് ചെയ്ത കാര്യമൊക്കെ പറയും. അപ്പോഴാണ് ഇത് കേട്ടാവുമ്പോ എല്ലാം എടാ ഗൂ ഇതിനകത്ത് നീ ഹീറോ ആണോടാ, ഓ എനിക്കത് കാണണം, നിന്റെ ആക്ടിങ് സ്കിൽസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് ഇവെല്ലാം സന്തോഷത്തോടെ ആ സിനിമകളെ റെഡി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സോങ്ങും സിയുടെ അടുത്തേക്ക് വന്നിട്ട് സി നീ ഞങ്ങളോട് സിനിമയ്ക്ക് ഇരുന്നു എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളും ഇല്ല എനിക്ക് കാണാൻ ഒരു മൂഡില്ല എന്നിട്ട് അവൾ അറിയും. അപ്പൊ ഇത് കേട്ട് സോങ് നമ്മുടെ ഗൂവിനെ നോക്കിയിട്ട് എടാ അവൾക്ക് കാണാൻ മൂഡില്ലെന്ന് എന്നിട്ട് അവനും പറയുമ്പോൾ ഗൂവും ദേഷ്യപ്പെട്ട് എടാ കൊടുത്തില്ല ഞാൻ നിന്നെ അടിച്ചു കൊല്ലും എന്നിട്ട് അവന് റിയാക്ഷൻ കൊടുക്കുമ്പോൾ അവൻ എങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം നമ്മുടെ സിയെ സമ്മതിപ്പിക്കും. ഇത് കണ്ടതോടെ ഗൂ സന്തോഷപ്പെട്ട് ഇവരെല്ലാരും കൂടെ സിനിമ കാണാൻ പോകുമ്പോഴാണ് സിനിമ സ്റ്റാർട്ട് ആയതോടെ ഇവന്മാരെല്ലാം എടാ എന്തുവാടാ ഗൂവ കാണിക്കുന്നില്ല, ഹീറോ വേറെയാണല്ല, ഗൂ നീ എപ്പോഴാണ് വരുന്നത് എന്നിട്ട് അവന്മാരെല്ലാം ആവശ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവർക്കാർക്കും അറിയത്തില്ല നമ്മുടെ ഗൂ ആക്ട് ചെയ്തത് ക്ലൈമാക്സ് സീനി ഹീറോയ്ക്ക് പകരം ചുമ്മാ നിന്നണക്കാണ്, അതായത് ഗൂടെ ഫേസ് പോലും അതിനകത്ത് കാണത്തില്ല. അങ്ങനെ സിനിമ പോകും തോറും ഇവന്മാരെല്ലാം കടന്നുറങ്ങിക്കൊണ്ട് എന്തൊരു ബോറടിക്കുന്ന സിനിമ, സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഇങ്ങനെയാണോ എന്നിന്നെ പകുതി പേരും കടന്നുറങ്ങും. അങ്ങനെ അവസാന ക്ലൈമാക്സ് സീൻ വരുമ്പം നമ്മുടെ സിക്ക് അത് ഗൂവാന്ന് മനസ്സിലായി. അവൾ ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കും. അതിനുശേഷം ഇവെല്ലാം സിനിമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അവന്മാരെല്ലാം എടാ ഗൂ എവറാ നീ, ഇതിനകത്ത് നീ ഹീറോ എന്ന് പറഞ്ഞ സിനിമ കണ്ട് അവസാനം ബോറടിച്ച് ഞങ്ങൾ ഉറങ്ങിപ്പോയി, നീ അവസാനം വരെ വന്നതേലല്ല എന്നിട്ട് ഇവന്മാർ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സിയും പറയുന്നത് എടാ അതിനകത്ത് അവസാനം വന്നായിരുന്നു, പക്ഷെ അവന്റെ ഫേസ് കാണിക്കത്തില്ല, ഹീറോയ്ക്ക് വരം അവനവിടെ ചുമ്മാ നിന്നേ ഉള്ളു എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ടതോടെ നമ്മുടെ ഗൂ സന്തോഷപ്പെട്ട് ഓ എന്റെ ഫേസ് കാണിച്ചില്ലെങ്കിലും സി എന്നെ കണ്ടുപിടിച്ചല്ല എന്നിട്ട് അവനിങ്ങനെ സന്തോഷത്തിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സിയും അവളുടെ കൂട്ടുകാരി ജാനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് കുറെ ആൾക്കാരൊന്ന് നമ്മുടെ ജാനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് അങ്ങ് പോകും. ഇതും കണ്ട് നമ്മുടെ സിയും ഷോക്കായി പെട്ടെന്ന് പുറകെ പോകുമ്പോൾ അതേസമയം ഇവളെ കിഡ്നാപ്പ് ചെയ്യുന്നൊക്കെ നമ്മുടെ ലീയും കാണും. അതിനുശേഷം സിയും എങ്ങനെയൊക്കെ ജാനെ രക്ഷിക്കാൻ വേണ്ടി അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവരെല്ലാം ഓടയുടെ മകളുടെ ആൾക്കാരെന്ന് മനസ്സിലാവുന്നത്. കാരണം മിസ് ഹൂടെ കടയിൽ ജോലി ചെയ്യുന്ന എല്ലാരെയും അവൾ തീർത്ത് കളയാൻ പ്ലാൻ ചെയ്താണ്. അതുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ ജാനെ പൊക്കിക്കൊണ്ട് ഒരു ബിൽഡിങ്ങിലേക്ക് പോകും. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സിയും ഫുൾ റിസ്ക് എടുത്ത് ആരും കാണാതെ ഇങ്ങനെ ഒളിഞ്ഞു പോകുമ്പോഴാണ്
മിസ് ഹൂവിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പയ്യനെ ആ ജപ്പാൻകാർ അടിച്ചിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന് നമ്മുടെ സി അവിടെ നിൽക്കുന്ന കണ്ടാലും ഇവരോടൊന്നും പറയാതെ അവന് സൈലന്റ് ആയിട്ട് അകത്തേറി പോകും. അതേസമയം നമ്മുടെ ഗൂ സന്തോഷത്തോടെ സി നിന്റെ റൂമിലേക്ക് ഞാൻ വരണോ വേണ്ടയോ ഏതിന് അവളെ കുറിച്ച് ഓർത്തോണ്ട് അവന് നാണിച്ചോണ്ട് പുറത്തേക്കും. കാരണം അവൾ റൂം മാറിയതുകൊണ്ട് നമ്മുടെ ഗു അതിനുശേഷം വലുതായിട്ട് മിണ്ടി കാണത്തില്ല. അങ്ങനെ അവിടെ സോങ് പോകുന്നിട്ട് നമ്മുടെ ഗു അവനെ തടഞ്ഞു നിർത്തി, എടാ സോങ് അകത്ത് സി ഉണ്ട് എന്നെ ഒന്ന് കാണാൻ പറ എന്നതിന് അവനെ പറഞ്ഞേക്കും. അതേസമയം നമ്മുടെ സി ആ ബിൽഡിങ്ങിനകത്ത് കുറെ ഡോക്ടേഴ്സ് ആണ്. അങ്ങനെ അവരെ പോലെ തന്നെ നമ്മുടെ സി ഒരാൾ അടിച്ചിട്ട് ഫുൾ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് ആരും അറിയാതെ ബേസ്മെന്റിലേക്ക് പോകും. അപ്പോഴാണ് അവിടെ ജാൻ ഇല്ലാതെ മറ്റേ പയ്യമാത്തിരിക്കുന്നത്. ഇത് കണ്ട് അവൾ അവനെ ഹെൽപ്പ് ചെയ്തിട്ട്, എടാ ജാനൊക്കെ എവിടാ എന്നിന് അവളേക്കുമ്പോഴാണ് അവനും എനിക്കറിയത്തില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിന് അവനും പറയും. കാരണം നമ്മുടെ ജാനിനെ വേറെ സ്ഥലത്താണ് കെട്ടിവെച്ചേക്കുന്നത്. അതേസമയം നമ്മുടെ സി അകത്തേറി അറിഞ്ഞ ഉടനെ പോലീസുകാരെല്ലാം ഷൂട്ടിംഗ് തുടങ്ങും. അതേസമയം നമ്മുടെ സിയുടെയിലും വെപ്പണുള്ളതുകൊണ്ട് അവന്മാരെല്ലാം ഷൂട്ട് ചെയ്ത് അവസാനം ബുള്ളറ്റ് തീർന്നു പോകും. അങ്ങനെ ഇത് മനസ്സിലാക്കി അവരെല്ലാരും നമ്മുടെ സി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അവൾ അവന്മാരിൽ അടിച്ചിട്ട് മറ്റേ പയ്യനെ രക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ആ പോലീസുകാരിൽ ഒരുത്തനും നമ്മുടെ സിയുടെ വയറ്റി കത്തിയും കൊണ്ടും കുത്തും. അങ്ങനെ അവളും കഷ്ടപ്പെട്ട് അവസാനം അവനെ അടിച്ചിട്ട് മറ്റേ പയ്യനെ വിളിച്ചോണ്ട് കോസ്റ്റ്യൂമെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോഴാണ് കറക്റ്റ് ഇവർ പോകുന്ന സ്ഥലത്തിന്റെ അവിടെ തന്നെ നമ്മുടെ ജാനുമാണ്. അങ്ങനെ ഇവർ ഒന്നൊന്നും ശബ്ദം ഉണ്ടാക്കാതെ നമ്മുടെ ജാനു നൈസിനെ അവിടെ വിളിച്ചോണ്ട് ഒരു പേഷ്യന്റിനെ അവിടെ നിന്ന് വിളിച്ചോണ്ടോ നമുക്ക് ജാനെ രക്ഷപ്പെടുത്തും. അപ്പോഴാണ് നമ്മുടെ സി നോട്ട് ചെയ്യുന്നത് അവളുടെ വയറ്റിലെ മുറിവ് വലുതാണെന്ന്. അതേസമയം നമ്മുടെ ഗു സി അന്വേഷിച്ച് അവനും പേടിച്ച് ഇങ്ങനെ സൈക്കിൾ വന്നോണ്ടിരിക്കും. കാരണം മിലിറ്ററി സ്കൂളിൽ വെച്ച് അവന് സോങ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ലീവ് എന്ന് എല്ലാവരോടും പറയുന്നത്, എടാ ഞാൻ പുറത്ത് വെച്ച് ആ സിയുടെ കൂട്ടുകാർ ജാനാരണ്ട് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്, ആ സിയും അവളുടെ പുറകെ പോയി എന്ന് ഞാൻ പറഞ്ഞ് കേട്ടോടെ നമ്മുടെ ഗു ഇപ്പം അവളുടെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ പോകുന്നൊരിക്കൽ തന്നെ സൈക്കിളിന്റെ ടയറിലെ മഞ്ചറായി അവൻ അവസാനം ദേഷ്യത്തി നമ്മുടെ സി ഓർത്ത് കരയാൻ തുടങ്ങും. അതേസമയം നമ്മുടെ സിക്ക് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഇതറിഞ്ഞിട്ട് എല്ലാവരും അവിടെ വരും. അപ്പോഴാണ് ഷെന്നും സി നമ്മുടെ ഫിറ്റായ കമൻഡർ പറഞ്ഞ് നീയും ജാനും കൂടെ കുറച്ച് സേഫ് ആയിട്ടിരിക്കാൻ, പ്രധാനമായിട്ട് ജാന് അവളുടെ നാട്ടിലേക്ക് ഇപ്പം പറഞ്ഞേക്കുന്നത് നല്ലത്. കാരണം ജപ്പാൻകാർ എപ്പം വേണമെങ്കിലും നമ്മളെ ഫോളോ ചെയ്ത് തരാം എന്നതിന് ഇവെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഗുവോട് ഓടിയെത്തുന്നത്. ഇത് കണ്ടതോടെ ജാനും അവരെല്ലാം വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അതേസമയം ഗുവിനെ കണ്ടിട്ട് നമ്മുടെ സീൻ ചോദിക്കും, എടാ ഇന്നലെ രാത്രി ഫുള്ള് നീ ഉറങ്ങില്ല, നിന്റെ കണ്ണ് കറുത്തു ഇരിക്കുന്നു, പിന്നെ സമയത്തിനൊക്കെ നീ ഫുഡ് കഴിച്ചോ എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് വിഷമിച്ചോണ്ട് സി എന്നെ ക്ഷമിച്ചേക്ക്, എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു പക്ഷെ എന്നെ കൊണ്ട് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇപ്പൊ നിന്റെ അവസ്ഥയെ കാരണം ഞാനല്ല എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, എടാ ഗു ഇന്നലെ രാത്രി ഫുള്ള് നീ എനിക്ക് വേണ്ടി അന്വേഷിച്ച് അതിന് ഞാൻ നിനക്ക് താങ്ക്സ് പറയണ്ട, അതല്ലാതെ എന്റെ മുറിവിനുള്ള കാരണം നീയൊന്നല്ല എന്നിട്ട് അവൾ അവനെ സമ്മാനപ്പെടുത്തും. പക്ഷെ ഇത് കേട്ടിട്ട് നമ്മുടെ ഗു അവൾക്ക് ഇങ്ങനെ പറ്റാൻ കാരണം അവനാന്ന് വിചാരിച്ച് ബാറിൽ ചെന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അതേസമയം ആ വഴി കൂടെ പോകുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗൂടെ കാർ കണ്ട ഉടനെ പെട്ടെന്ന് ആ ബാറിനകത്തും കയറി ചെല്ലും. അപ്പോഴാണ് നമ്മുടെ ഗു അവിടെ ഫിറ്റായി കിടക്കുന്ന കണ്ട ഉടനെ ഇത് കണ്ട് അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ചോണ്ട് നമ്മുടെ ഗുവിനെ പൊക്കി എടുത്തോണ്ട് അവന്റെ കാർ കയറ്റും. അപ്പോഴാണ് ഇത് കണ്ട അസിസ്റ്റന്റും, ഹ്യൂമാനിൻ നീ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ, ഒരു ലക്ഷം മിലിറ്ററി സ്കൂളിൽ കൊണ്ടുപോകാൻ പോകണോ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് സൂപ്പർ സ്റ്റാറും, മിലിറ്ററി സ്കൂളാ മിണ്ടാരാടാ, ഞാൻ ഇവനെ വിളിച്ചോണ്ട് ബെയ്ജിങ്ങിലേക്ക് പോവുക, അവിടെ അവൻ എന്റെ വീട്ടിരിക്കട്ടെ എന്നതിന് നമ്മുടെ ഗുവിനെ വിളിച്ചോണ്ട് ബെയ്ജിങ്ങിലോട്ട് അങ്ങ് പോകും. അതേസമയം നമ്മുടെ ഷെന്നും സി ആയിട്ട് ബെയ്ജിങ്ങിൽ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ സിയുടെ സേഫ്റ്റിക്ക് വേണ്ടി അവളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മുടെ ഷെന്നും അവളുടെ കൂടെ ബെയ്ജിങ്ങിൽ പോകുമ്പോഴാണ് നമ്മുടെ സിയും പറയുന്നത്, ഷെൻ നീ എന്റെ വീട്ടിൽ വന്ന പിന്നെ വിഷയമാകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോണം എന്നിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സി വീട്ടിലേക്ക് അങ്ങ് പോകും. അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗുവിനെ അവളുടെ വീട്ടിൽ വിളിച്ചോണ്ടായിട്ട് പെട്ടെന്ന് അവനെ വിളിച്ചുണർത്തും. അപ്പോഴാണ് അവനെ എഴുതിട്ട് നോക്കിയിട്ട്, ഞാനിപ്പോ എവിടാ, ഇന്നലെ ഫുള്ള് ഞാൻ ഇവിടാണ് കിടന്നത്, നീ ഇന്ന് എന്തോട് ചെയ്താ എന്നിട്ട് അവനും പേടിയും അവളും, ഓ അത്രയ്ക്കൊന്നും ഓവർ ആക്ട് ചെയ്യണ്ട, നീ വിചാരിക്കുന്ന ആളൊന്നല്ല ഞാൻ, ഫുൾ ഫിറ്റായി ബാറി കിടന്നപ്പം നിന്നോട് പാവെന്ന് ഞാൻ വിളിച്ചോണ്ടപ്പം നീ എന്നെ വഴക്ക് പറയുന്നു എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും, ആ ശരി എന്തായാലും എന്നെ സഹായിച്ചതിന് താങ്ക്സ്, ഞാനിപ്പോ മിലിറ്ററി സ്കൂളിൽ പോട്ട് എന്നിട്ട് അവനും പോകാൻ നോക്കുമ്പോഴാണ് ഇത് കേട്ടവളും, മിലിറ്ററി സ്കൂളിലോ, പക്ഷെ അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരല്ലേ, ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുക്കണം എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഞെട്ടിയിട്ട്, ട്രെയിൻ ടിക്കറ്റാ, ഞാനിപ്പോ എവിടാ എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ അവളും ബെയ്ജിങ്ങാന്ന് പറയും. ഇത് കേട്ടവൾ മൊത്തത്തിൽ അവൻ ദേഷ്യപ്പെട്ട്, നിന്നോട് ആരെന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ എന്നിട്ട് അവനും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് അതേ സ്ഥലത്ത് നമ്മുടെ സി അവളുടെ അമ്മയായിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് നിൽക്കും. അപ്പോഴാണ് അവളും, അമ്മേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു, ഞാൻ അടുത്തുള്ള ഫാർമസി പോയിട്ട് വരാം എന്നിട്ട് അമ്മ ഒറ്റയ്ക്കായിട്ട് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ നമ്മുടെ സി ഇവിടെ വന്നത് പനിക്കുള്ള മരുന്ന് കഴിക്കാനല്ല, അവളുടെ വയറ്റിൽ മുറിവ് കാണും, അത് മാറാൻ വേണ്ടി അവളും ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ സിയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ആരാണ്ട് ഒളിഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് ഇങ്ങനെ തോന്നും. ഇത് കണ്ടതോടെ പെട്ടെന്ന് അവൾ അവനെ പിടിച്ചടിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് രണ്ടുമാരെന്ന് നമ്മുടെ സിയെ തോക്കും കൊണ്ട് തലയടിച്ച് അവളെ ബോധമില്ലാതാക്കും. അതേസമയം ഇവിടെ നിന്ന് കുറച്ച് ദൂരെ നമ്മുടെ ഗു ഇവളെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവന് ദൂരെ ആയതുകൊണ്ട് എക്സൈറ്റ് ആയിട്ട് അവിടെ എന്തോ നടക്കുന്നത് അവനൊന്നും മനസ്സിലാത്തില്ല. അപ്പോഴാണ് കറക്റ്റ് അവനെ കണ്ടിട്ട് നമ്മുടെ സിയുടെ അമ്മയും, മഗു മോനെന്തിന് ഇവിടെ വന്നേ, സിയെ കാണാനാണോ എന്നിട്ട് അവർ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഗുവും സന്തോഷപ്പെട്ട്, എന്തുവാ സി ഇപ്പൊ വീട്ടിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവളും, ആ അവൾ ഇത്ര സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പനിയെന്ന് പറഞ്ഞ് അടുത്തുള്ള ഫാർമസി പോയി എന്നിട്ട് അവരും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് നമ്മുടെ ഗൂൺ ഡൗട്ട് അടിച്ചിട്ട്, എന്തുവാ അവിടോ എന്നിട്ട് അവനും അവൾക്കൊല്ല സംഭവിച്ചാന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് ടെൻഷനായിട്ട് അവൾ ഓടിപ്പോകും. അപ്പോഴാണ് താഴെ നമ്മുടെ സിയുടെ സാധനങ്ങളെ കിടക്കുന്നത്. അതേസമയം നമ്മുടെ ഗൂ എടുത്ത് നോക്കുമ്പോഴാണ്
അവന്റെ നിന്ന് കളഞ്ഞുപോയ നമ്മുടെ സിയുടെ ബട്ടൺ കാണുന്നത്. ഇതോടെ അവന് മനസ്സിലാവും നമ്മുടെ സി ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തെന്ന്. അങ്ങനെ അവനും പെട്ടെന്ന് ടെൻഷനായി പോലീസ് സ്റ്റേഷനിൽ ഒരു സൂട്ട് കേസ് നിറച്ച് പൈസയും കൊണ്ടുപോയിട്ട് പറയും, ഗൈസ് നിങ്ങളിൽ ആരാണ് ആദ്യം ഇവളെ കണ്ടുപിടിച്ച് തരുന്നത് അവർക്കായി ഈ സൂട്ട് കേസിലുള്ള എല്ലാ പണം. എന്നിട്ട് അവനും പറഞ്ഞോടെ പോലീസുകാരെല്ലാം പെട്ടെന്ന് നമ്മുടെ ഗു പറഞ്ഞ പോലെ സി അന്വേഷിക്കാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ഗുവും പുറത്തേക്ക് പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കും. സാർ നിങ്ങൾ ഈ കൊച്ചിനെ കണ്ടിട്ടുണ്ടോ എന്നതിന് അവിടെയുള്ള എല്ലാവരോടും ചോദിച്ച് നമ്മുടെ സി എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ അവന് ട്രൈ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവിടെയുള്ള ആരും നമ്മുടെ സിയെ കണ്ടില്ലെന്ന് പറയും. ഇതുകൊണ്ട് അവന് വിഷമിച്ച് നമ്മുടെ സിയെ ഓരോ വഴിക്കും അവനിങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മുടെ സിയെ കിഡ്നാപ്പ് ചെയ്തവന്മാരും അവളോടിങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവളും കെട്ടെല്ലാം അയച്ചിട്ട് അവന്മാരെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം രണ്ടുപേരെ കൊന്നിട്ട് നമ്മുടെ സി ഒരുത്തിന്റെ കഴുത്ത് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചോദിക്കും, എടാ നിങ്ങളോട് ആരാ പറഞ്ഞ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ എന്നതിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചോണ്ട്, എനിക്കറിയത്തില്ല, 2 ജപ്പാൻകാർ എന്നെ നിന്റെ ഫോട്ടോ കാണിച്ച് കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു, അത്ര എനിക്കറിയത്തുള്ളൂ എന്നതിന് അവനും പറയുമ്പം അവന്മാരെല്ലാം തീർത്ത് കളഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് നമ്മളെ സിയെ കണ്ട് അവളുടെ അമ്മയും ടെൻഷനായി, മോളെ നീ എവിടെ പോയി, നിനക്ക് വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ എത്ര പേടിച്ചെന്നറിയാം. കാരണം രാവിലെ തൊട്ട് നീ എവിടെന്ന് അന്വേഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ ഓരോ സ്ഥലത്തും തപ്പിക്കൊണ്ടിരുന്ന എന്നതിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായി, എന്തുവാ എന്റെ കൂട്ടുകാരനോ എന്നതിന് അവളും നമ്മുടെ ഗു അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞ ഉടനെ പെട്ടെന്ന് നമ്മുടെ സി പുറത്തേക്ക് പോയി നമ്മുടെ ഗു അന്വേഷിക്കാൻ തുടങ്ങും. കാരണം സിയെ കിട്ടാത്തവരെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സി നടന്നു പോകുമ്പോൾ അവളെ കണ്ടു റിക്ഷാക്കാരനും, മോളെ എത്ര സമയമായിട്ട് ഞങ്ങളൊക്കെ നിന്നെ തപ്പിക്കൊണ്ടിരിക്കുക, വന്ന് വണ്ടി കയറി, ഞാൻ നിന്നെ സാറിന്റെ അടുത്ത് കൊണ്ടുവിടാം എന്നിന് അവന് നമ്മുടെ സിയെ വിളിച്ചോണ്ട് നേരെ ഗു ഉള്ള സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പോഴാണ് അവൾ നമ്മുടെ ഗുവിനെ കണ്ട് ഗു എന്നിന് അവനെ വിളിച്ചതോടെ പെട്ടെന്ന് അവൻ ഇമോഷണലായി തിരിഞ്ഞു നോക്കും. അങ്ങനെ അവളെ കണ്ട സന്തോഷത്തിൽ അവനൊന്നും പറയാൻ പറ്റാതെ ഇമോഷണലായി ചെറുതായിട്ട് സ്മൈൽ ചെയ്തോണ്ട് അവിടെ തന്നെ മയങ്ങിപ്പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയാണ് കൂടുതൽ ഫൈറ്റും ഇമോഷണലായ സീൻസ് ഒക്കെ വരാൻ പോകുന്നത്. സോ അതെല്ലാം മിസ് ചെയ്യാതിരിക്കാൻ ഡയലോഗ് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ബൈ ബൈ.